ഈ സമയം ആരും നിങ്ങളെപ്പറ്റി നിങ്ങളോട് പറയാത്തൊരു കാര്യം, ബട്ട് ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ ആൻഡ് ഐ എം ഗോണ റിവീൽ ഇറ്റ് ത്രൂ മൈ കാർഡ്സ്. സോ ലെറ്റ്സ് സീ, നിങ്ങളെപ്പറ്റി ആരും നിങ്ങളോട് പറയാത്തൊരു കാര്യം, ബട്ട് അവർക്കത് തോന്നിയിട്ടുണ്ടായിരിക്കാം. അവർ നിങ്ങളെ കാണുന്നത് ആ ഒരു രീതിയിലായിരിക്കാം, ബട്ട് അവരത് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. ജസ്റ്റ് വൺ കാർഡ്, ബട്ട് countless messages. We don't have enough time to read them all, but let's see എന്താണ്, എങ്ങനെയാണ് ആളുകൾ നിങ്ങളെ കാണുന്നത്. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. മറ്റുള്ള ആളുകൾ ഈ രണ്ട് രീതിയിൽ ഈ സമയത്ത് നിങ്ങളെ കാണുന്നുണ്ടായിരിക്കണം. ഒന്ന്, നിങ്ങൾ വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്ര സമയമായിട്ട് എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്നൊക്കെ നിങ്ങൾ ഇമോഷണലി ഒന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്മെൻറ്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. സോ ആളുകൾക്ക് നിങ്ങളുടെ ഒരു അവൈലബിലിറ്റി കിട്ടുന്നില്ല. സോ നിങ്ങൾ പല ആളുകളുടെ ലൈഫിലും വളരെ അൺഅവൈലബിൾ ആയിട്ട് നിൽക്കുകയാണ്. സോ പ്രോബബ്ലി അവർ ചിന്തിക്കാൻ തുടങ്ങി ണ്ടായിരിക്കണം. മേ ബി അത് നിങ്ങളുടെ ലൈഫിൽ വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു പവർഫുൾ ലെറ്റ് ഗോ ആണ്, അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ് ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ബിക്കോസ് ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങളുടെ തോട്ട്സിൽ, നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ ഒരു ഹാബിറ്റ്സിൽ ഒരു പുതിയൊരു മാറ്റം നിങ്ങൾ പോലും അറിയാതെ സംഭവിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഈ സമയം എൻഗേജ്ഡ് ആണ്, റൈറ്റ്? ഇനി ഈ സമയത്ത് നിങ്ങൾ എന്തോ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? വളരെ ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ സമയം കൊടുത്ത് ക്ഷമയോട് കൂടിയിട്ട് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഈ സമയം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ്, സ്ലോലി അത് ഗ്രോ ചെയ്യാണ്, മറ്റുള്ള ആളുകൾ നോട്ടീസ് ചെയ്യപ്പെടുന്ന രീതിയിൽ അത് വളരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഗൈസ്, ആളുകൾക്ക് ആ ഒരു ജെല്ലസ് ഡെഫിനറ്റ്ലി നിങ്ങളോട് ഉണ്ടാവുന്നുണ്ട്. മേ ബി ഈ ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരൊരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല നിങ്ങളുടെ ക്ഷമയും നിങ്ങളുടെ ടൈമും നിങ്ങളുടെ എഫേർട്ടും വലിയൊരു സക്സസ് അതിൽ കൊണ്ടുതരും എന്നുള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമയം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ നിയറസ്റ്റ് ഫ്യൂച്ചർ അത് മറ്റുള്ള ആളുകൾക്ക് അസൂയപ്പെടുത്തുന്ന വിധത്തിൽ നിങ്ങൾക്ക് വലിയൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ്. സോ എന്തിലാണോ നിങ്ങൾ വളരെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നത്, അത് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. ആളുകൾ നിങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം ഉണ്ടാവുന്ന മാറ്റം, അല്ലെങ്കിൽ മുന്നോട്ട് ഉണ്ടാവാൻ പോകുന്ന ഒരു മാറ്റത്തെ പറ്റി ഓൾറെഡി ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ എന്താണോ ഈ സമയം നിങ്ങൾ വളരെ ക്ഷമയോട് കൂടി ഒരു വിജയത്തിലെത്താൻ ശ്രമിക്കുന്നത്, അത് ഡെഫിനറ്റ്ലി മറ്റുള്ള ആളുകൾക്ക് അസൂയപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്കൊരു അത്ഭുതം എന്ന രീതിയിൽ നിങ്ങളതിൽ വിജയിച്ചിരിക്കും.